ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ഹൗ ടു ഡ്രാഫ്റ്റ് എ പ്ലെയിൻ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് പ്ലീഡിങ്സ് എന്ന് ആദ്യം തന്നെ നോക്കി വയ്ക്കാം. പ്ലീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽഡ് ബൈ പാർട്ടീസ് ഫയൽ ചെയ്യുന്ന ഒരു ഫോർമൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്ലീഡിങ്സ് എന്ന് പറയുക. അപ്പോൾ എന്താണ് പ്ലെയിൻറ്റ് എന്ന് നോക്കാം. എ പ്ലെയിൻറ്റ് ഈസ് എ ഫോർമൽ റിട്ടേൺ കംപ്ലെയിൻറ്റ് ഫയൽഡ് ബൈ പ്ലെയിൻറ്റിഫ്. അതായത് പ്ലെയിൻറ്റിഫിനുള്ള കംപ്ലെയിൻസ് ഒക്കെ ഒരു റിട്ടേൺ ഫോമിൽ ഫയൽ ചെയ്യുന്നതിനാണ് പ്ലെയിൻറ്റ് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പ്ലെയിൻറ്റ് ഫയൽ ചെയ്യുന്നതോടെയാണ് ഒരു കേസിൻ്റെ ബിഗിനിങ് തന്നെ ഈ പ്ലെയിൻറ്റ് ഫയൽ ചെയ്യുന്നതോടെയാണ്. അപ്പോൾ ആ ഒരു പ്ലെയിൻറ്റിഫിന് ആൾക്കുള്ള കംപ്ലെയിൻസ് ഒക്കെ റിട്ടേൺ ഫോമിൽ ഫയൽ ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലെയിൻറ്റ് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ റിപ്ലൈ ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് പ്ലെയിൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ റിപ്ലൈ, ആൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, അതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മനസ്സിലാക്കേണ്ടത്. സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പ്രകാരം പ്ലെയിൻറ്റിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഓൾറെഡി എസെൻഷ്യൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻറ്റിൽ എന്തൊക്കെ കണ്ടൻസ് വേണമെന്നൊക്കെ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പ്രകാരം ഓൾറെഡി മെൻഷൻഡ് ആണ്. ഓർഡർ 7 ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് ദ ഫാക്ട് ആൻഡ് നോട്ട് ദ എവിഡൻസ്. ഫാക്റ്റ് മാത്രം മെൻഷൻ ചെയ്ത് പോയാൽ മതി, അതല്ലാതെ എവിഡൻസും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കൺസൈസ് ഫോമിലായിരിക്കണം. ഒരുപാട് വിസ്തരിച്ച് എഴുതാണ്ട് എന്താണ് പറയേണ്ടത് വെച്ചാൽ അത് കൺസൈസ് ആയിട്ട് മെൻഷൻ ചെയ്യുക. സെപ്പറേറ്റ് ഫാക്ട് ഷുഡ് ബി ഇൻ സെപ്പറേറ്റ് പാരഗ്രാഫ് ആൻഡ് നമ്പർഡ് കൺസിക്യൂട്ടീവ്ലി. അതായത് ഫാക്ട്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക, പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്പർ ചെയ്തിരിക്കണം. ഡേറ്റ്, സം ആൻഡ് നമ്പേഴ്സ് ഷാൾ ബി എക്സ്പ്രസ് ഇൻ നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്. ഇപ്പോൾ ഡേറ്റ് ആയിക്കോട്ടെ, സം ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, അതൊക്കെ പ്രോപ്പറായിട്ട് നമ്പറിലും വേർഡ്സിലും തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കണം. നെയിം ഓഫ് ദ പാർട്ടി ആൻഡ് അഡ്രസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. അത് പ്രോപ്പറായിട്ട് ആരാണ് പാർട്ടി, എന്താണ് അവരുടെ അഡ്രസ്സൊക്കെ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. കോഴ്സ് ഓഫ് ആക്ഷൻ ഷുഡ് ബി മെൻഷൻഡ്. ഈ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലീഗൽ റൈറ്റാണ് ആ പാർട്ടിയുടെ വയലേറ്റ് ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഈ സ്യൂട്ട് ഫയൽ ചെയ്യാൻ ആ റീസൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുക. അത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഫാക്ട് ദാറ്റ് ദ കോർട്ട് ഹാസ് എ ജൂറിസ്ഡിക്ഷൻ ഷുഡ് ബി മെൻഷൻഡ്. ഏത് കോടതിക്കാണ് ഇതിന് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്, അത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഒരു കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ ആ കോടതിയുടെ വേർഡിക്റ്റ് പൊതുവെ ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ജൂറിസ്ഡിക്ഷനുള്ള കോടതിക്ക് മാത്രമേ വേർഡിക്റ്റ് പാസ്സാക്കാൻ പറ്റൂ. പിന്നെ ഫാക്ട് റിലേറ്റഡ് ടു വാട്ട് റിലീഫ് വാണ്ടഡ് ഷുഡ് ബി മെൻഷൻഡ്. എന്തൊക്കെ റിലീഫാണ് വേണ്ടത് അത് മെൻഷൻ ചെയ്യണം. ഫാക്ട് റിലേറ്റഡ് ടു എനി സെറ്റ് ഓഫ് റിലിക്വിഷ്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ദ ക്ലെയിം ഷുഡ് ബി മെൻഷൻഡ്. അതായത് എന്തെങ്കിലും സെറ്റ് ഓഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടീസ് ഗീവ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫാക്ട്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഫാക്ട് റിലേറ്റഡ് ടു സബ്മിഷൻ ഓഫ് കോർട്ട് ഫീയുടെ കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കണം. ഇത് പ്ലെയിൻറ്റിൻ്റെ ഫോമാറ്റ് നമുക്ക് നോക്കാം. ബിഫോർ ദ ഹോണറബിൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് കോർട്ട് ജമ്മു. അപ്പോൾ അങ്ങനെ എഴുതാം. ഏത് കോടതിയാണ്, ഏത് ജമ്മുത്തെ ആണെങ്കിൽ ആർക്കാണ്, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. OS നമ്പർ കൊടുക്കുക. പിന്നെ ബിറ്റ്വീൻ A and B, അതായത് പ്ലെയിൻറ്റിഫ് പാർട്ടീസിൻ്റെ നെയിം എഴുതുക. പിന്നെ അടുത്തത് പ്ലെയിൻ ഫയൽ അണ്ടർ സെക്ഷൻ 26 ഓർഡർ 7 റൂൾ 1 ഓഫ് CPC. ഒന്നാമത്തെ ദ പ്ലെയിൻറ്റിഫ് ഈസ്, ആരാണ് പ്ലെയിൻറ്റിഫ്, ആളുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക വിത്ത് ഏജ് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ചെയ്തിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പ്ലെയിൻറ്റിഫിനെ കണ്ടു. രണ്ടാമത്തേന്ന് പറഞ്ഞ് ഡിഫൻഡൻ്റെ എന്താ വെച്ചാൽ അത് കൊടുക്കുക, ആരാണ് ഡിഫൻഡ്, ആളുടെ ഏജും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഫാക്റ്റാണ്, കേസിൻ്റെ ഫാക്റ്റ്. പിന്നെ നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ ദ കേസ് അറോസ് ഓൺ, എന്നാണ് ഇത് നടന്നത്, എവിടെ വെച്ചാണ് നടന്നത്, അത് കൊടുക്കുക. കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലുള്ള പ്ലേസ് തന്നെ ആയിരിക്കും അത്. പിന്നെ ദെർഫോർ ദ പ്ലെയിൻറ്റിഫ് പ്രേസ് ദിസ് ഹോണറബിൾ കോർട്ട് മേ ബി പ്ലീസ് ടു പാസ് എ ഡിഗ്രി ഗ്രാൻഡിങ് ദി ഫോളോയിങ് റിലീഫ്. എന്തൊക്കെയാണ് റിലീഫ് പ്ലെയിൻറ്റിഫ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ അതൊക്കെ പ്ലെയിൻറ്റിൽ കൊടുത്തിരിക്കണം. A, B, C. അതും ഇതേപോലെ നമ്മൾ പറഞ്ഞു നമ്പേഴ്സും വേർഡ്സൊക്കെ യൂസ് ചെയ്യണം. A, B, C, D ആയിട്ട് നമുക്കങ്ങനെ നമ്മുടെ റിലീഫ് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് കൊടുക്കണം. പിന്നെ വാല്യൂഷൻ അണ്ടർ കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യൂഷൻ ആക്ട്. പിന്നെ വാല്യൂഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോർട്ട് ഫീ എത്രയാണ് അതാണ് അടുത്ത് പറയുന്നത്. കോർട്ട് ഫീ ഫോർ പ്രയർ A, കോർട്ട് ഫീ ഫോർ പ്രയർ B. ടോട്ടൽ എന്താ വെച്ചാൽ മെൻഷൻ ചെയ്യണം. ഡേറ്റഡ് ദിസ് എന്നാണ് ഇത് എഴുതുന്നത്, ആ ഡേറ്റ് കൊടുക്കുക. ഡേ ഓഫ് മന്ത് ഓഫ് അത് കൊടുക്കുക. പിന്നെ ST പ്ലെയിൻറ്റിഫ്, ST അഡ്വക്കേറ്റ്. പിന്നെ അടുത്തത് the plaintiff above named do hereby state that all matters stated above true to the best of knowledge, information and belief. അതായത് ഈ ഫാക്റ്റും കാര്യങ്ങളൊക്കെ ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കണം. അതും ലാസ്റ്റ് കൊടുത്തിരിക്കണം. പിന്നെ സിഗ്നേച്ചർ ഡേറ്റ് പ്ലെയിൻറ്റിഫ്. ലാസ്റ്റ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്.
അതായത് നോട്ടീസ്, റിപ്ലൈ നോട്ടീസ്, സെയിൽസ് ഡീഡ് നമ്പർ, BTPR, അതുപോലെ തന്നെ ഷെഡ്യൂൾ ഓഫ് പ്രോപ്പർട്ടി. ഇതാണ് ഒരു പ്ലെയിൻറ്റിൻ്റെ ഫോമാറ്റ് വരുന്നത്. അപ്പോൾ അടുത്ത റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉടനെ ഉണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്